ചങ്ക് കലങ്ങി മന്ത്രി സിദ്ദിഖ്, ഓടിമറഞ്ഞ് ശ്രീറാം. 2019 ഓഗസ്റ്റ് 3 കേരളീയർ മറന്നു കാണില്ല. ഓഗസ്റ്റ് 3 പുലർച്ചെ 3 മണിക്ക് തിരുവനന്തപുരം മ്യൂസിയം റോഡിൽ കൂടി അതിവേഗതയിൽ പാഞ്ഞു വന്ന ഒരു കാർ. ആ കാർ ഇടിച്ച് KM ബഷീർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു. KM ബഷീർ അന്ന് സിറാജ് പത്രത്തിന്റെ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫാണ്. ഈ പാഞ്ഞു വന്ന കാർ ഓടിച്ചയാളാകട്ടെ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടാകുന്നത് വഫ ഫിറോസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഈ സ്ത്രീയാണ് കാർ ഓടിച്ചത് എന്നായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കള്ളം. എന്നാൽ ഹൈക്കോടതി ഈ കുറ്റപത്രത്തിൽ നിന്നും വഫ ഫിറോസിന്റെ പേര് ഒഴിവാക്കുകയും ശ്രീറാം വെങ്കിട്ടരാമന്റെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസ് മുന്നോട്ട് പോകാമെന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അട്ടിമറിക്കാൻ ചെയ്ത ഈ KM ബഷീറിന്റെ കൊലപാതക ശ്രമം വിജയം കണ്ടില്ല. ശ്രീറാം വെങ്കിട്ടരാമൻ ഇപ്പോഴും കൊലക്കേസിലെ പ്രതിയാണ്. ഈ വരുന്ന ഓഗസ്റ്റിൽ കേസിന്റെ വിചാരണ ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമൻ ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം കൃഷി വകുപ്പിന്റെ ഡയറക്ടറാണ്. ശ്രീറാം വെങ്കിട്ടരാമൻ അന്ന് KM ബഷീറിനെ ഇടിച്ചു പാഞ്ഞുപോയ ആ കാറിന്റെ ഉടമ വഫ ഫിറോസ് ആയിരുന്നു. പക്ഷേ ഓടിച്ചത് വഫ ഫിറോസ് ആയിരുന്നില്ല. ദൃക്സാക്ഷികളുടെയും മറ്റും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരം ഒരു കേസ് തേച്ചു മായ്ച്ച് കളയാൻ ശ്രമിച്ചപ്പോൾ അവിടെ ദൃക്സാക്ഷികൾ വന്ന് പറഞ്ഞു വഫ ഫിറോസ് അല്ല വണ്ടി ഓടിച്ചിരുന്നത്, മറിച്ച് ശ്രീറാം വെങ്കിട്ടരാമനാണ്. അങ്ങനെയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ഇവിടെ പ്രതിയാകുന്നത്. സ്വന്തം സുഹൃത്തായിട്ടുള്ള വഫ ഫിറോസിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പോലും അന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ തയ്യാറായി. അങ്ങനെയാണ് ഉടമസ്ഥയായിട്ടുള്ള ഈ വഫ ഫിറോസിനെ, കാറിന്റെ ഉടമസ്ഥതയുടെ പേരിൽ വഫ ഫിറോസിനെ കേസിൽ കുരുക്കാനായി നീക്കം നടന്നത്. എന്നാൽ ആ നീക്കം പൊളിയുകയാണ് മാധ്യമപ്രവർത്തകരുടെ ഇടപെടൽ മൂലവും ദൃക്സാക്ഷിയുടെ ഇടപെടൽ മൂലവും ഉണ്ടായത്. അങ്ങനെ വഫ ഫിറോസ് കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവായി. ശ്രീറാം വെങ്കിട്ടരാമൻ ഇപ്പോൾ ആ കൊലക്കേസിൽ പ്രതിയായി നിൽക്കുകയാണ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ കൃഷി വകുപ്പ് ഡയറക്ടർ. ആ പുലർച്ചെ KM ബഷീർ എന്ന് പറയുന്ന നിരപരാധിയായിട്ടുള്ള സിറാജ് പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിട്ടുള്ള ആ ചെറുപ്പക്കാരന്റെ കൊലപാതകം, ആ വാഹന അപകടത്തിലെ ദുരൂഹത നീക്കാൻ ഓഗസ്റ്റിൽ കോടതി വിചാരണ തുടങ്ങാൻ പോകുന്നു. അപ്പോഴാണ് നാടകീയമായിട്ടുള്ളൊരു സംഭവം ഇന്ന് അരങ്ങേറിയത്. കൃഷിമന്ത്രി സിദ്ദിഖ് ഇന്ന് നിയമസഭയിലെ മീഡിയ റൂമിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. അദ്ദേഹത്തിന്റെ തൊട്ട് അടുത്തിരുന്നത് കൃഷി വകുപ്പ് ഡയറക്ടറായിട്ടുള്ള ഈ കൊലക്കേസ് പ്രതിയായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമനാണ്. ഉടൻ തന്നെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു. ഒരു കാരണവശാലും ശ്രീറാം വെങ്കിട്ടരാമൻ പങ്കെടുക്കുന്ന ഈ മാധ്യമ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സൗകര്യമില്ല. മന്ത്രി സിദ്ദിഖ് പരമാവധി മാധ്യമപ്രവർത്തകരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എല്ലാ തന്ത്രങ്ങളും എടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തകരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ചങ്ക് കലങ്ങി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവിടെ സ്ഥാനത്തിരിക്കണം, എനിക്ക് പറയാനുള്ളത് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, അതിനുശേഷം നമുക്ക് എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം, വേണമെങ്കിൽ ശ്രീറാമിനെ പുറത്താക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും മാധ്യമപ്രവർത്തകർ കട്ടായം പറഞ്ഞു, ഒരു കാരണവശാലും ഈ പറയുന്ന KM ബഷീർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ഒപ്പം ഇരുന്നു കൊണ്ട് അങ്ങയുടെ മാധ്യമ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് മാധ്യമപ്രവർത്തകർ പറഞ്ഞത്. അതോടുകൂടി സിദ്ദിഖിന് ഉത്തരം മുട്ടി, നമ്മുടെ മന്ത്രിക്ക് ഉത്തരം മുട്ടി. ശ്രീറാം വെങ്കിട്ടരാമൻ തല കുമ്പിട്ടിരിക്കുകയായിരുന്നു അത്രയും നേരം. മാധ്യമപ്രവർത്തകരുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ തല കുമ്പിട്ടിരുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ നിയമസഭയിലെ മീഡിയ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാനാകുന്നത്. ആ ദൃശ്യത്തിലേക്ക് പോകാം. ഒന്ന് ഒരു മിനിറ്റ് പൂർത്തിയായി. ഇതൊന്ന് സബ്ജക്റ്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. അപ്പൊ ഈ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
കാർഷിക ക്ലബിന് നൽകിയിരിക്കുന്ന നാമധേയം ഇവിടെ കൃഷിമന്ത്രി ടി സിദ്ദിഖിനാണ് തെറ്റിയത്. ധാർമ്മികമായി അദ്ദേഹത്തിന് ഒരു കാരണവശാലും കൃഷി വകുപ്പ് ഡയറക്ടർ എന്ന നിലയിൽ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ഈ കേസിൽപ്പെട്ട പ്രതിയെ ഒപ്പം നിർത്താൻ പാടില്ലായിരുന്നു, കൂടെ ഇരുത്താൻ പാടില്ലായിരുന്നു. അത് സിദ്ദിഖിന് വന്നിട്ടുള്ള വലിയ ഒരു പിഴവായി വേണം കാണാൻ. എന്തുകൊണ്ട് സിദ്ദിഖ് എന്ന മന്ത്രിക്ക് സ്വന്തമായി ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൂടാ? എന്തിനാണ് ശ്രീറാം വെങ്കിട്ടരാമനെ ആ വാർത്താ സമ്മേളനത്തിലേക്ക് വലിച്ചിഴച്ചത്? എന്തിനാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിലേക്ക് ഇത്തരമൊരു ക്രിമിനൽ കേസിലെ പ്രതിയായിട്ടുള്ള കോടതി ഈ ഓഗസ്റ്റ് മാസം വിചാരണ തുടങ്ങാൻ പോകുന്ന ഒരു കൊലക്കേസിലെ പ്രതിയെ അടുത്തിരുത്തി എന്തുകൊണ്ടാണ് സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തിയത്? അദ്ദേഹത്തിന് അത്തരമൊരു ചിന്ത പോയില്ല എന്ന് വേണം കരുതാൻ. അവിടെ ശ്രീറാം വെങ്കിട്ടരാമന് എന്തു പറയാനാണ് ഉണ്ടായിരുന്നത്? ഒന്നും അദ്ദേഹത്തിന് പറയാനില്ല. വെറുതെ ഒരു പാവയെ പോലെ മന്ത്രിക്ക് അടുത്ത് ഇരിക്കുക എന്നതിനപ്പുറത്തേക്ക് ശ്രീറാം വെങ്കിട്ടരാമന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെന്തിനാണ് സിദ്ദിഖ് അദ്ദേഹത്തിന് വിളിച്ച് ഈ മാധ്യമ സമ്മേളനത്തിനിടയ്ക്കിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ആ മാധ്യമ പ്രവർത്തകരെ കൊണ്ടു ഇരുത്തിയത്? അതാണ് ആദ്യത്തെ പ്രശ്നം. അതാണ് സിദ്ദിഖിന്റെ ധാർമ്മികമായിട്ടുള്ള ആദ്യത്തെ വീഴ്ച. അദ്ദേഹത്തിന് ഒന്ന് ആലോചിക്കാമായിരുന്നു. ശ്രീറാം വെങ്കിട്ടരാമന്റെ നിലവിലെ പൊസിഷൻ എന്താണ്, അദ്ദേഹത്തിന്റെ പേരിലുള്ള ക്രിമിനൽ ഒഫൻസ് എന്തൊക്കെയാണ്, എന്തെല്ലാമാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണങ്ങൾ എന്ന് ടി സിദ്ദിഖ് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ഒരു സീൻ അവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ടി സിദ്ദിഖ് അത് ആലോചിക്കാതെ പോയത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭരണ പരിചയം കൊണ്ടാകാം. ആദ്യമായിട്ടാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. അതുകൊണ്ട് തന്നെയുള്ള ഭരണ പരിചയത്തിന്റെ പ്രശ്നമാകാം ഇത്തരം ഒരു പ്രതിയെ അടുത്തിരുത്താൻ അദ്ദേഹത്തിന് പ്രേരണയായത്. എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ ഒരു കാരണവശാലും ശ്രീറാം വെങ്കിട്ടരാമനെ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തിയാൽ തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകർ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ഇന്നുണ്ടായതിനേക്കാൾ മാരകമായിട്ട് തന്നെ, ഇന്നുണ്ടായതിനേക്കാൾ ഇരട്ടി ശക്തിയോടുകൂടി തന്നെ മാധ്യമപ്രവർത്തകർ സിദ്ദിഖിനോട് പ്രതികരിക്കുക തന്നെ ചെയ്യും. ശ്രീറാം വെങ്കിട്ടരാമനെ ഒപ്പം കൂട്ടാതിരിക്കുന്നതാണ് ബുദ്ധി. ഈ കേസിന്റെ വിധി വരും വരെ ടി സിദ്ദിഖ് കൃഷി വകുപ്പ് ഡയറക്ടറായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമനെ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല. അങ്ങനെ പങ്കെടുപ്പിച്ചാൽ അവിടെ വലിയ പ്രതിഷേധമുണ്ടാകും. ടി സിദ്ദിഖിന്റെ ഇമേജാണ്, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ടി സിദ്ദിഖ് ഇനിയെങ്കിലും ഈ ശ്രീറാം വെങ്കിട്ടരാമനെ ഒപ്പം ഇരുത്തിക്കൊണ്ടുള്ള പരിപാടി അവസാനിപ്പിക്കണം. ഒപ്പം ഇരുത്തിക്കൊണ്ടുള്ള പരിപാടികൾ നടത്തുന്നത് അദ്ദേഹം അവസാനിപ്പിക്കണം. അത് പൊതുപരിപാടി ആയിക്കോട്ടെ, വാർത്താ സമ്മേളനമായിക്കോട്ടെ, എന്ത് തന്നെയായാലും ഒരു കാരണവശാലും ശ്രീറാം വെങ്കിട്ടരാമനെ സിദ്ദിഖ് ഒപ്പം ഇരുത്താൻ പാടില്ല. കാരണം അദ്ദേഹം വിചാരണ നേരിടാൻ പോകുന്ന ഒരു പ്രതിയാണ്. ആ വിചാരണ കഴിയും വരെ, ആ വിചാരണയുടെ വിധി വന്ന് കഴിയും വരെ, ഒരുപക്ഷെ ഈ കോടതിയുടെ വിധി വന്ന് അതിനുശേഷം അപ്പീൽ പോകും, അതിനുശേഷം സുപ്രീം കോടതിയിൽ വരെ ഈ കേസെത്താം. അതിൻ്റെ അന്തിമ വിധി വരും വരെ ഒരു കാരണവശാലും ഈ കൃഷി വകുപ്പ് ഡയറക്ടറായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമനെ ഏഴയലത്ത് സിദ്ദിഖ് അടുപ്പിക്കാൻ പാടില്ല. കാരണം അങ്ങയുടെ ഇമേജാണ് പോകുന്നത്, അങ്ങയുടെ പ്രതിച്ഛായയാണ് പോകുന്നത്. ഇങ്ങനെ കളങ്കിതനായിട്ടുള്ള ഒരാളെ, ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട ഒരു പ്രതിയെ ഒപ്പം ഇരുത്തിയാൽ നഷ്ടപ്പെടുന്നത് ടി സിദ്ദിഖ് എന്ന മന്ത്രിയുടെ പ്രതിച്ഛായയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠം പഠിച്ചുകൊണ്ട് ടി സിദ്ദിഖ് ഭാവിയിൽ ഇദ്ദേഹത്തെ ഒഴിവാക്കി വേണം വാർത്താ സമ്മേളനങ്ങളും പൊതുസമ്മേളനങ്ങളും നടത്താൻ എന്നുള്ളതാണ് കേരളീയ പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു ആവശ്യപ്പെടലാണ് 2019 ഓഗസ്റ്റ് 3 മുതൽ കേരളത്തിന്റെ പൊതുസമൂഹം ഈ KM ബഷീർ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു പത്രപ്രവർത്തകനെ ഇടിച്ചു കൊലപ്പെടുത്തിയപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം അന്ന് ജാഗ്രതയോടെ ഉണർന്നിരുന്നു. ആ ജാഗ്രത ഇപ്പോഴും പൊതുസമൂഹത്തിന് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ടി സിദ്ദിഖ് ഔചിത്യപരമായി ഇനിയെങ്കിലും പെരുമാറണമെന്നാണ് കേരളീയ പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i News, an eye for truth.